ആഘോഷ നിറവിൽ അയോധ്യ. പ്രാണപ്രതിഷ്ഠയുടെ 1ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും പൂജകളും നടന്നു. നൂറ്റാണ്ടുകളുടെ ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും ഫലമാണ് രാമക്ഷേത്രമെന്ന് പ്രാണപ്രതിഷ്ഠയുടെ വാർഷികത്തിൽ ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സരയൂ നദിക്കരയിൽ വീണ്ടും ഒരു ഉത്സവത്തിന് കൊടിയേറി. ശ്രീരാമചന്ദ്ര ഭഗവാൻ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം സ്വന്തം ജന്മഗൃഹത്തിലെത്തിയതിന്റെ വാർഷികം ആഘോഷമാക്കുകയാണ് അയോധ്യ നിവാസികളും ഹിന്ദു സമൂഹവും. ക്ഷേത്രത്തിൽ രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും ആരതിയും പൂജകളും നടന്നു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തരും സന്യാസി സമൂഹവും ക്ഷേത്ര നഗരിയിലെത്തി. ശുക്ല യജുർവേദത്തിലെ മന്ത്രങ്ങൾ ചൊല്ലുന്ന അഗ്നിഹോത്രത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 11 ആചാര്യന്മാരുടെ സംഘമാണ് 3 ദിവസത്തെ പ്രത്യേക പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കുക. 3 ദിവസം ശ്രീരാമരാഗ് സേവയും ശ്രീകോവിലിന് സമീപമുള്ള മണ്ഡപത്തിൽ വിവിധ കലാരൂപങ്ങളും അരങ്ങേറും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ 1ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. നൂറ്റാണ്ടുകളുടെ ത്യാഗത്തിനും തപസ്സിനും പോരാട്ടത്തിനും ശേഷമാണ് രാമജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാനായത്. രാമക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും മഹത്തായ പൈതൃകമാണെന്നും വികസിത ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ രാമക്ഷേത്രം പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ജനം, ഡൽഹി.